ഹലോ അസ്സാം വലൈക്കും. നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്നിവിടെ ഒരു സാമ്പാർ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ട് വന്നത്. അതായത് കുറേ സാധനങ്ങളൊന്നുമില്ല കേട്ടോ, ഇല്ല സാധനം വെച്ച് ഒരു സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് വന്നതാ. അപ്പോൾ ഇത് ഞാൻ കുക്കറിലേക്ക് പരിപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്കതിലേക്ക് വെജിറ്റബിൾസൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ചേർക്കാം. അങ്ങനെ വെജിറ്റബിളൊക്കെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. വെജിറ്റബിളെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ തക്കാളി ഒന്ന് കട്ട് ചെയ്യട്ടെ കേട്ടോ, അത് കട്ട് ചെയ്യാൻ മറന്നു. അങ്ങനെ തക്കാളി കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ വീഡിയോ ഇതിലില്ല കേട്ടോ, ഞാൻ എടുത്തില്ലേന്. അങ്ങനെ സാമ്പാർ പൊടി ഇട്ടിട്ടോ, സാമ്പാർ പൊടിയൊക്കെ കുറച്ചുള്ളൂ, അപ്പം അഡ്ജസ്റ്റ് ചെയ്താണ്ട് മതിയല്ലോ. അപ്പം അങ്ങനെ ചെറിയ രീതിയിൽ സാമ്പാർ ഉണ്ടാക്കാൻ വിചാരിച്ചു. അങ്ങനത്തെ മുളകും പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളൊക്കെ മുളകും പൊടി ഇടുക അറിയില്ല, ഞാൻ മുളകും പൊടി ഇട്ടിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുക. പിന്നെ ഞാനിടുന്നത് മല്ലിപ്പൊടി കേട്ടോ. അപ്പം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, ഒരു സ്പൂൺ കേട്ടോ, ചെറിയ ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇച്ചിരി പെരുംജീരകം ഇടാം കേട്ടോ, ഇച്ചിരി തുള്ളി മതിയേ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തു. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ ആവശ്യത്തിന് വെള്ളം കൂടി ചേർക്കാം കേട്ടോ. അങ്ങനെ ഇപ്പം നമ്മൾ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സ് ആക്കിയിട്ടൊന്ന് അടുപ്പത്ത് വെക്കാം കേട്ടോ. നമുക്കിന്ന് കുക്കറൊക്കെ ഒന്ന് വിസിലടിക്കട്ടെ. അപ്പോൾ നമുക്ക് ഒരു ഉപ്പേരിയും കൂടി ഉണ്ടാക്കാണ്ട്. അപ്പോൾ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. അങ്ങനെ ഇതേ ഞാനിവിടെ ഉപ്പേരി ഉണ്ടാക്കാൻ ഒരുങ്ങിയതാണ്. അപ്പോൾ മോള് വന്നു കേട്ടോ. പിന്നെ മോള് കരഞ്ഞു. അപ്പോൾ അവിടെ കഴിച്ചിരുത്തിയപ്പോൾ ഭയങ്കര പണിയാട്ടോ. അവിടെ എല്ലാം വേസ്റ്റൊക്കെ ഇടുന്ന ഫുള്ള് ഡ്രസ്സിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഇടുകയാണ് ഓള്. അങ്ങനെ ഇരുത്തിയ കുറച്ച് സമയമൊക്കെ ഇരിക്കും കേട്ടോ. അപ്പം അങ്ങനെ അവളവിടെ കളിക്കുകയാണ്. അതിൻ്റെ കൂടെ നമ്മളെ പണിയും നടക്കും, ഓല അവിടുത്തെ കളിയും നടക്കും. പിന്നെന്താണെന്ന് വെച്ചാൽ നമ്മൾ സംഭവം എടുക്കണതൊക്കെ ഒക്കെ ഇങ്ങനെ വേണ്ടി വരും. ഇപ്പം മോനുണ്ട് ഇവിടെ, ചെറിയ മോനുണ്ട്, ഓന് സ്കൂളിൽ പോയിട്ടില്ല, ഓനക്ക് പനിയാണ്. അപ്പോൾ പിന്നെ ഓൻ്റെ കൂടെ കുറച്ചൊക്കെ കളിച്ച് പിന്നെ കരഞ്ഞപ്പോൾ ഞാൻ എടുത്തിവിടെ ഇരുത്തിയതാണ്. അപ്പം അങ്ങനെ നമ്മളെ ജോലി കുറേയൊക്കെ നടക്കും. പക്ഷെ ശ്രദ്ധിക്കണം എന്നുള്ളൂ. നമ്മൾ ഒരു ശ്രദ്ധ മാറിയാൽ ഇപ്പോൾ അപ്പുറത്ത് കൂടുതൽ താഴേക്ക് വെക്കും. അപ്പം അങ്ങനെയൊക്കെ അരിഞ്ഞുകൊണ്ട് വെക്കുക. അങ്ങനെ ബീൻസ് അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ക്യാരറ്റ് ഇടുന്നു കേട്ടോ. ക്യാരറ്റും ബീൻസും കൊണ്ട് ഒരു ഉപ്പേരി വെക്കണേ. തോരൻ വെക്കാതെ വിചാരിച്ച, പക്ഷേ തേങ്ങ ഉണ്ട്, ഞാൻ പുളിക്കണാക്കണം. അപ്പം മോള് കരയുമ്പോൾ അന്ന് നടക്കൂല. അപ്പം അങ്ങനെ ഞാൻ ക്യാരറ്റൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. അങ്ങനെ ക്യാരറ്റൊക്കെ അരിഞ്ഞ് കഴിയാനായി. മോള് ക്യാരറ്റൊക്കെ കയ്യിൽ പിടിച്ചേക്കുക, എൻ്റെ പാത്രമൊക്കെ വലിക്കുകയാണ്. പിന്നെ നമുക്ക് അതും കൂടി വേണം. ഒന്ന് വെക്കാനും വയ്യ, പക്ഷെ അടുത്ത് എവിടെ ഇരുത്താനും വയ്യ. അപ്പോൾ ഞാൻ അവിടെ തന്നെ ഇരുത്തിയേക്കണം. അങ്ങനെ ഞാൻ ക്യാരറ്റൊക്കെ ഒന്ന് സ്പീഡാക്കി കൊണ്ടുവയ്ക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ക്യാരറ്റൊക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ടോ. നമുക്ക് കറി എന്താണെന്ന് പോയി നോക്കാം. അപ്പോൾ നമ്മൾ കറിയൊക്കെ ഒന്ന് വിസിലടിച്ച്, ഞാൻ ഗ്യാസിന്മേൽ വെച്ചിന് കുക്കർ, പക്ഷേ എൻ്റെ ഗ്യാസ് പെട്ടെന്ന് തീർന്നു പോയി. നമ്മൾ വെച്ച് അധികം വിസിലടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഗ്യാസ് നോക്കിയപ്പോൾ തീർന്നിട്ടുണ്ട്. അപ്പം വേഗം അടുപ്പത്തേക്ക് വെച്ച്, അടുപ്പത്ത് പിന്നെ ചോറ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ തീയൊക്കെ ഉണ്ട്. അപ്പം വേഗം വിറകച്ച് കുക്കറിൽ വേഗം കറി അടുപ്പത്ത് വെച്ചു. പിന്നെ ഒരു വിസിലടിച്ചു. അപ്പം ഞാൻ എടുത്തു നോക്കി. പിന്നെ വീണ്ടും വെണ്ടക്ക ഇട്ട് പുളിയൊക്കെ ഒഴിച്ചിട്ട് ഞാൻ വീണ്ടും വെച്ചു. നമുക്കതൊന്ന് വറവെടുക്കാം. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കത് ചൂടായി വരട്ടെ കേട്ടോ. അടുപ്പ് പിന്നെ നല്ല നമുക്ക് തീ ഉണ്ടാവുമല്ലോ, രാവിലെ തന്നെ അടുപ്പത്ത് നമ്മൾ ഫസ്റ്റൊക്കെ മൂട്ടുമ്പോൾ തീയൊക്കെ ഉണ്ടാവും. പിന്നെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. കടുകൊന്ന് പൊട്ടി വരുമ്പം കുറച്ച് സാമ്പാർ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം.
എൻ്റെ കയ്യിൽ വറ്റൽമുളകില്ല കേട്ടോ. അപ്പോൾ അധികം ആൾക്കാർ അതൊക്കെ ഇടലുണ്ട്. പിന്നെ കായപ്പൊടി അതൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാൻ ഇല്ലേലും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചൊരു സാമ്പാറാട്ടോ. അപ്പോൾ നമ്മൾ സാമ്പാർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കറിവേപ്പും കൂടി ഇടണം കേട്ടോ. ഞാൻ കറിവേപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കത് നന്നായി ഇളക്കി നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. സാമ്പാറിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ കറി റെഡി ആയിട്ടോ. അപ്പം ഇനി ഞാൻ ഉപ്പേരി അടുപ്പത്ത് തന്നെ വെക്കട്ടെ കേട്ടോ. ആ ചട്ടിനി കഴുകിയിട്ട് തന്നെ അടുപ്പത്ത് വെച്ചാണ്. അപ്പം നമുക്ക് അതിൽ തന്നെ ഉപ്പേരി ആക്കാം. എല്ലാം പാടെ കറി ആക്കണ്ടല്ലോ. അപ്പം അങ്ങനെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലും ചൂടായി വരും. നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതേ ഓയിലൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം. അങ്ങനെ കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പക്ഷെ അതൊക്കെ ഇട്ട വീഡിയോ ഇതില്ല കേട്ടോ. ഞാനങ്ങനെ മോള് കരഞ്ഞപ്പോൾ അങ്ങോട്ട് പോയി. അപ്പോൾ അവനെ ഓളെടുത്ത് വന്നിട്ട് അതൊക്കെ ചെയ്തത്. അങ്ങനെ ഉപ്പേരി കടുപ്പത്തായി. ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. നമുക്ക് പപ്പടം കൂടി പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആ റെസിപ്പി കൂടി ഇതിൽ കൂടെ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. എന്തെങ്കിലുമൊക്കെ വീഡിയോ വേണ്ടേ. അപ്പോൾ പിന്നെ ഉണ്ടാക്കണം എന്താ വെച്ചാൽ അതൊന്നും ഇടാമെന്ന് വിചാരിച്ചു ഞാൻ. അപ്പം അങ്ങനെ നമുക്ക് സാമ്പാറും ഉപ്പേരിയും പപ്പടം കേട്ടോ. മീനൊന്നും വാങ്ങിയിട്ടില്ല. എപ്പോഴും പോയി മീൻ വാങ്ങലില്ല. വാങ്ങും. പക്ഷെ ഓളില്ല മക്കളൊക്കെ സ്കൂളിൽ പോകുമ്പോഴേ നമുക്ക് ഒന്നും കഴിയൂല. പിന്നെ അധികം രാത്രി കൊണ്ടല്ല. പിന്നെ രാത്രി വൃത്തിയാക്കി വെച്ചാൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയല്ലോ. അങ്ങനെ ആക്കും പിന്നെ സുഖമാണ്. അങ്ങനെ ഇതേ പപ്പടമൊക്കെ പൊരിച്ച് കഴിയാനായിട്ടുണ്ട് കേട്ടോ. നമ്മൾ പപ്പടമൊക്കെ റെഡി. പിന്നെ കറിയൊക്കെ റെഡി ആയിട്ടോ. അങ്ങനെ ഇതേ നമ്മളെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിട്ടോ. ഇഷ്ടപ്പെടുമെന്നെങ്കിൽ ഒരു ലൈക്ക് തരി. അതേപോലെ നമ്മളെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. ഞങ്ങൾ പുതിയതായി തുടങ്ങിയ ചാനൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് ഞാൻ പുറത്ത് പോയി എല്ലാം മഴ കേട്ടോ. അപ്പോൾ മഴ കുറച്ച് ചോർന്നിട്ടുണ്ട്. അപ്പോൾ മഴ കാണാൻ ഇങ്ങനെ മോളെയും കൊണ്ട് മോനവിടെ എങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമാധാനമുണ്ട്. അപ്പോൾ എല്ലാവരോടും ഞങ്ങളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ താങ്ക് യു. അസ്സലാമു അലൈക്കും. ഇനി പുതിയ വീഡിയോയുമായിട്ട് വരാം ഇൻഷാ അല്ലാ. ഓക്കെ ബൈ.